ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഒരു വൈകുന്നേരത്തെ ചായക്കുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടി പഴം വേണം, ഒരു 2 ടേബിൾ സ്പൂൺ തരി എടുത്തിട്ടുണ്ട്, റവ എടുത്തിട്ടുണ്ട്, അതിന് കൂടാൻ മൈദ എടുത്തിട്ടുണ്ട്, ഒരു 5 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് പഞ്ചസാരയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. പഴത്തിൽ നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം കൂട്ടൊന്ന് കലക്കി വെച്ച ശേഷം പഴം നല്ലോണം കൈ കൊണ്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ആ പഴം ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലതുപോലെ കുഴച്ച് കൊടുക്കണം. പഴവും ഈ മാവും കൂടി നല്ലതുപോലെ കുഴച്ചാൽ എന്താവാന്ന് അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുള്ള ഒരു അപ്പമായിരിക്കും. പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ വേഗം കഴിച്ചോളും. നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കൂട്ടി തിന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഗൈസ്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം എണ്ണ ഒന്ന് ചൂടാവാൻ വെക്കാം. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാവണം. എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായ ശേഷമേ ഇത് ഇടാവൂ, ഇല്ലെങ്കിൽ ഒന്നിനൊന്ന് ഒട്ടിപ്പിടിച്ച് പോവും. ഇങ്ങനെ നുള്ളി ഇടുന്നതിനാണ് ഇതിന് നുള്ളിയിട്ടപ്പം എന്ന് പറയുന്നത്. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് കോരിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയുന്നവർക്ക് ഓൾറെഡി അറിയുമെങ്കിൽ കുഴപ്പമില്ല. അറിയാത്തവരൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അവർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആക്കി വെച്ചതേ കാണും, പാത്രം കാലിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.